നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 2000 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. മാർച്ച് മാസത്തിൽ അവർക്ക് 2 മാസത്തെ പെൻഷൻ ലഭിക്കുന്നതാണ്. ഏകദേശം 18 ലക്ഷത്തോളം ആളുകൾക്കായിരിക്കും രണ്ട് മാസത്തെ പെൻഷനായ 4000 രൂപ ലഭിക്കുക. എന്ന് മുതലായിരിക്കും ഈ ഒരു പെൻഷൻ ലഭിക്കുക? അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന തൊഴിലാളി ക്ഷേമനിധി വകുപ്പിൽ നിന്നുള്ള പെൻഷൻ കുടിശ്ശിക എന്നായിരിക്കും ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പെൻഷനെ കുറിച്ചാണ്. മാർച്ച് മാസത്തിലെ പെൻഷൻ 2000 രൂപയും ഏപ്രിൽ മാസത്തിലെ 2000 രൂപയും കൂടി 4000 രൂപയായിരിക്കും നമുക്ക് ലഭിക്കുക. 24-ാം തീയതിയോ 25-ാം തീയതിയോ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ പണം എത്തുന്നതാണ്. കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ച എല്ലാ ആളുകൾക്കും ഈ മാസം 4000 രൂപയായിരിക്കും ലഭിക്കുക. നമുക്കറിയാം, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ മുമ്പ് തന്നെ സർക്കാർ 2 മാസത്തെ പെൻഷൻ അപ്രൂവൽ ആക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെൻഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷനോ ഇലക്ഷൻ്റെ മറ്റ് പ്രശ്നങ്ങളോ ഈ പെൻഷൻ വിതരണത്തിൽ തടസ്സമാകുകയില്ല. ആദ്യമായിട്ടാണ് മുൻകൂറായിട്ട് നമുക്ക് 1 മാസത്തെ പൈസ മുൻകൂറായിട്ട് ലഭിക്കുന്നത്. ക്രിസ്മസ്, വിഷു മുന്നിൽ കണ്ടായിരുന്നു സർക്കാർ ഇങ്ങനെ പ്രഖ്യാപിച്ചതെങ്കിലും ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ പരമാവധി ആളുകളിലേക്ക് നേരിട്ട് പണം എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം ലഭിച്ച എല്ലാ ആളുകൾക്കും ഈ ഒരു മാസവും പെൻഷൻ ലഭിക്കുന്നതാണ്. നാളെയോ മറ്റന്നാളത്തോടുകൂടി തന്നെ പണം നമ്മുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ്. അതുപോലെ തന്നെ അപേക്ഷിച്ച എല്ലാ ആളുകൾക്കും, സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും ഇന്നലെയും ഇന്നുമായി 1000 രൂപയും 2000 രൂപയും എല്ലാം ലഭിച്ചു. ഫെബ്രുവരി മാസത്തിൽ പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്ക് ഇന്നലെ ലഭിച്ചത് 2000 രൂപയും, ഫെബ്രുവരി മാസം പെൻഷൻ ലഭിച്ച ആളുകൾക്ക് 1000 രൂപയുമായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇന്നലെ ലഭിച്ചത്. അതുപോലെ തന്നെയായിരിക്കും നാളെയും മറ്റന്നാളോ ആയിട്ട് നിങ്ങളുടെ മുഴുവൻ പണം കൈകളിലെത്തുന്നതാണ്. നിങ്ങൾക്ക് പെൻഷൻ തുടർച്ചയായി ലഭിക്കുന്നുള്ള ആളുകളാണെങ്കിൽ എസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വീഡിയോയുടെയും അടിയിൽ വരുന്ന കാര്യമാണ് മുടങ്ങിക്കിടക്കുന്ന ബിൽഡിംഗ് തൊഴിലാളി ക്ഷേമനിധി വഴി നിന്നുള്ള പെൻഷൻ. ഏകദേശം ഇപ്പോൾ 2 വർഷത്തോളമായി ഈ പെൻഷൻ മുടങ്ങിയിട്ട്. ഈ ഒരു പെൻഷൻ്റെ കൂടെ അവർക്കും 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക ലഭിക്കുന്നതാണ്. അവർക്കും ഇതുപോലെ തന്നെ 2000 രൂപയും കൂട്ടി 4000 രൂപയായിരിക്കും അവരുടെ അക്കൗണ്ടിലെത്തുക. പക്ഷേ മറ്റ് കുടിശ്ശികയുടെ കാര്യമൊന്നും സർക്കാർ ഇപ്പോൾ സൂചിപ്പിക്കുന്നില്ല. ബോർഡിൽ ഒരുപാട് നഷ്ടത്തിലായതുകൊണ്ട് തന്നെ 2 മാസത്തെ കുടിശ്ശിക മാത്രമായിരിക്കും അവർക്കും ലഭിക്കുക. ഇനിയും നിങ്ങളുടെ അറിവിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാനുള്ള ആളുകൾ, അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാനുള്ള ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓരോ പെൻഷനും അർഹതയുള്ള ആളുകളുടെ ലിസ്റ്റും സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കി വേണം അപേക്ഷ സമർപ്പിക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും